യോബിന്റെ പുസ്തകം 26 അധ്യായം. അതിന് യോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, നീ ശക്തിയില്ലാത്തവന് എന്തു സഹായം ചെയ്തു? ബലമില്ലാത്ത ഭുജത്തെ എങ്ങനെ താങ്ങി? ജ്ഞാനമില്ലാത്തവന് എന്താലോചന പറഞ്ഞുകൊടുത്തു? ജ്ഞാനം എത്ര ധാരാളം ഉപദേശിച്ചു. ആരെയാകുന്നു നീ വാക്യം കേൾപ്പിച്ചത്? ആരുടെ ശ്വാസം നിന്നിൽ നിന്ന് പുറപ്പെട്ടു? വെള്ളത്തിനും അതിലെ നിവാസികൾക്കും കീഴെ പ്രേതങ്ങൾ നൊന്ത് നടുങ്ങുന്നു. പാതാളം അവന്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. നരകം മറയില്ലാതെ ഇരിക്കുന്നു. ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു. ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. അവൻ വെള്ളത്തെ മേഘങ്ങളിൽ കെട്ടിവയ്ക്കുന്നു. അത് വഹിച്ചിട്ട് കാർമുകൾ കീറിപ്പോകുന്നതുമില്ല. തന്റെ സിംഹാസനത്തിന്റെ ദർശനം അവൻ മറച്ചുവെക്കുന്നു. അതിന്മേൽ തന്റെ മേഘം വിരിക്കുന്നു. അവൻ വെള്ളത്തിൻ്റെയും ഇരുട്ടിൻ്റെയും അറ്റത്തോളം വെള്ളത്തിന്മേൽ ഒരു അതിർ വരച്ചിരിക്കുന്നു. ആകാശത്തിന്റെ തൂണുകൾ കുലുങ്ങുന്നു. അവന്റെ തർജനത്താൽ അവ ഭ്രമിച്ചു പോകുന്നു. അവൻ തന്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ ഇളക്കുന്നു. തന്റെ വിവേകം കൊണ്ട് രഹബിനെ തകർക്കുന്നു. അവന്റെ ശ്വാസത്താൽ ആകാശം ശോഭിച്ചിരിക്കുന്നു. അവന്റെ കൈ വിദ്രുത സർപ്പത്തെ കുത്തിത്തുളച്ചിരിക്കുന്നു. എന്നാൽ ഇവയവന്റെ വഴികളുടെ അറ്റങ്ങളത്രേ. നാം അവനെക്കുറിച്ച് ഒരു മന്ദസ്വരമേ കേട്ടിട്ടുള്ളൂ. അവന്റെ ബലത്തിന്റെ ഇടിമുഴക്കമോ ആർ ഗ്രഹിക്കും? യോബിന്റെ പുസ്തകം 27 അധ്യായം. യോബ് തന്റെ സുഭാഷിതം തുടർന്ന് ചൊല്ലിയതെന്തെന്നാൽ, എന്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവത്താണ്, എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ്. എന്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിന്റെ ശ്വാസം എൻ്റെ മൂക്കിലും ഉണ്ടല്ലോ. എൻ്റെ അധരം നീതികേട് സംസാരിക്കുകയില്ല. എൻ്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയുമില്ല. നിങ്ങളുടെ വാദം ഞാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല. എൻ്റെ നീതി ഞാൻ ഇടവിടാതെ മുറുകെ പിടിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ നാളുകളിൽ ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. എൻ്റെ ശത്രു ദുഷ്ടനെ പോലെ, എൻ്റെ എതിരാളി നീതികെട്ടവനെ പോലെയും ആകട്ടെ. ദൈവം വഷളനെ ഛേദിച്ച് അവൻ്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവൻ എന്തു പ്രത്യാശ ശേഷിപ്പുള്ളൂ? അവന് കഷ്ടത വരുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി കേൾക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദിക്കുമോ? എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിൻ്റെ കൈയെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിക്കും. സർവശക്തൻ്റെ ആന്തരം ഞാൻ മറച്ചുവെക്കുകയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിരിക്കുന്നു. നിങ്ങൾ വ്യർത്ഥ ബുദ്ധികളായിരിക്കുന്നത് എന്ത്? ഇത് ദുർജനത്തിന് ദൈവത്തിൻ്റെ പക്കലുള്ള ഓഹരിയും നിഷ്ഠൂരന്മാർ സർവശക്തങ്കിൽ നിന്ന് പ്രാപിക്കുന്ന അവകാശവും തന്നെ. അവൻ്റെ മക്കൾ പെരുകിയാൽ അത് വാളിനായിട്ടത്രേ. അവൻ്റെ സന്തതി അപ്പം തിന്ന് തൃപ്തരാകുകയില്ല. അവന് ശേഷിച്ചവർ മഹാമാരിയാൽ കുഴിയിലാകും. അവൻ്റെ വിധവമാർ വിലപിക്കുകയുമില്ല. അവൻ പൊടി പോലെ വെള്ളി സ്വരൂപിച്ചാലും മണ്ണ് പോലെ വസ്ത്രം സമ്പാദിച്ചാലും അവൻ സമ്പാദിച്ചു എന്നേയുള്ളൂ. നീതിമാൻ അതുടുക്കും. കുറ്റമില്ലാത്തവൻ വെള്ളി പങ്കിടും. ചിലന്തിയെപ്പോലെ അവൻ വീട് പണിയുന്നു. കാവൽക്കാർ മാടം കെട്ടുന്നത് പോലെ തന്നെ. അവൻ ധനവാനായി കിടക്കുന്നു, പിന്നെ അങ്ങനെ ചെയ്യുകയില്ല. അവൻ കണ്ണു തുറക്കുന്നു, ഇല്ലാതെയാകുന്നു. വെള്ളം പോലെ ഭയം അവനെ പിടിക്കുന്നു. രാത്രിയിൽ കൊടുങ്കാറ്റ് അവനെ കവർന്നു കൊണ്ടുപോകുന്നു. കിഴക്കൻ കാറ്റ് അവനെ പിടിച്ചിട്ട് അവൻ പോയി പോകുന്നു. അവൻ്റെ സ്ഥലത്തു നിന്ന് അതവനെ പാറ്റിക്കളയുന്നു. ദൈവം ആദരിയാതെ അവനെ ഈയുന്നു. തൃക്കൈയിൽ നിന്ന് ചാടിപ്പോകുവാൻ അവൻ നോക്കുന്നു. മനുഷ്യർ അവൻ്റെ നേരെ കൈകൊട്ടും. അവൻ്റെ സ്ഥലത്തു നിന്ന് അവനെ വിരട്ടി പുറത്താക്കും. യോബിന്റെ പുസ്തകം 27 അധ്യായം. വെള്ളിക്ക് ഒരു ഉദ്ഭവസ്ഥാനവും പൊന്നൂതിക്കഴിപ്പാൻ ഒരു സ്ഥലവും ഉണ്ട്. ഇരുമ്പ് മണ്ണിൽ നിന്നെടുക്കുന്നു, കല്ലുരുക്കി ചെമ്പെടുക്കുന്നു. മനുഷ്യൻ അന്ധകാരത്തിന് ഒരതിർ വയ്ക്കുന്നു. കൂരിലിനെയും അന്ധതമസിനെയും കല്ലിനെ അങ്ങേയറ്റം ശോധന ചെയ്യുന്നു. പാർപ്പുട മുള്ളയിടത്തു നിന്ന് ദൂരെ അവർ കുഴികുത്തുന്നു. കടന്നുപോകുന്ന കാലിന് അവർ മറന്ന് പോയവർ തന്നെ. മനുഷ്യർക്ക് അകലെ അവർ തൂങ്ങിയാടുന്നു. ഭൂമിയിൽ നിന്ന് ആഹാരമുണ്ടാക്കുന്നു. അതിൻ്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറയുന്നു. അതിലെ പാറകൾ നീലരത്നത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനം. കനകപ്പൊടിയും അതിലുണ്ട്. അതിൻ്റെ പാത കഴുകൻ അറിയുന്നില്ല. പരുന്തിൻ്റെ കണ്ണ് അതിനെ കണ്ടിട്ടില്ല. പുളച്ച കാട്ടുമൃഗങ്ങൾ അതിൽ ചവിട്ടിയിട്ടില്ല. ഘോരസിംഹം അതിലേക്ക് നടന്നിട്ടുമില്ല. അവർ തീക്കൽ പാറയിലേക്ക് കൈനീട്ടുന്നു. പർവ്വതങ്ങളെ അവർ വേരോടെ മറിച്ചു കളയുന്നു. അവരുടെ പാറകളുടെ ഇടയിൽ കൂടി നടകളെ വെട്ടുന്നു. അവരുടെ കണ്ണ് വിലയേറിയ വസ്തുക്കളൊക്കെയും കാണുന്നു. അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തുന്നു. ഗുപ്തമായിരിക്കുന്നത് അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും?
വിവേകത്തിന് ഉത്ഭവസ്ഥാനം എവിടെ? അതിൻ്റെ വില മനുഷ്യൻ അറിയുന്നില്ല. ജീവനുള്ളവരുടെ ദേശത്ത് അതിനെ കണ്ടെത്തുന്നില്ല. അത് എന്നിലില്ല എന്ന് ആഴി പറയുന്നു. അതെൻ്റെ പക്കൽ ഇല്ല എന്ന് സമുദ്രവും പറയുന്നു. തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല. അതിൻ്റെ വിലയായി വെള്ളി തൂക്കിക്കൊടുപ്പാറുമില്ല. ഓഫീർ പൊന്നോ വിലയേറിയ ഗോമേതകമോ നീലരത്നമോ ഒന്നും അതിന് ഈടാകുന്നതല്ല. സ്വർണവും സ്ഫടികവും അതിനോട് ഒക്കുന്നില്ല. തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് അതിനെ മാറിക്കൊടുപ്പാറില്ല. പഴത്തിൻ്റെയും പളുങ്കിൻ്റെയും പേർ മിണ്ടുകയേ വേണ്ട. ജ്ഞാനത്തിൻ്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ. കൂശിലെ പുഷ്പരാഗം അതിനോടൊക്കുന്നില്ല. തങ്കം കൊണ്ട് അതിൻ്റെ വില മതിയാവുന്നതുമില്ല. പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു? വിവേകത്തിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെ? അത് സകല ജീവികളെയും കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു. ആകാശത്തിലെ പക്ഷികൾക്ക് അത് ഗുപ്തമായിരിക്കുന്നു. ഞങ്ങളുടെ ചെവി കൊണ്ട് അതിൻ്റെ കേൾവി കേട്ടിട്ടുണ്ട് എന്ന് നരകവും മരണവും പറയുന്നു. ദൈവം അതിൻ്റെ വഴി അറിയുന്നു. അതിൻ്റെ ഉത്ഭവസ്ഥാനം അവൻ നിശ്ചയമുണ്ട്. അവൻ ഭൂമിയുടെ അറ്റങ്ങളോളം നോക്കുന്നു. ആകാശത്തിൻ്റെ കീഴിലൊക്കെയും കാണുന്നു. അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അവൻ മഴയ്ക്ക് ഒരു നിയമവും ഇടിമിന്നലിന് ഒരു വഴിയും ഉണ്ടാക്കിയപ്പോൾ അവൻ അത് കണ്ട് വർണ്ണിക്കുകയും അത് സ്ഥാപിച്ചു പരിശോധിക്കുകയും ചെയ്തു. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകമെന്ന് അവൻ മനുഷ്യനോട് അരുളി ചെയ്തു. ഇയ്യോബിന്റെ പുസ്തകം 29 അധ്യായം. ഇയ്യോബ് പിന്നെയും സുഭാഷിതം ചൊല്ലിയത് എന്തെന്നാൽ, അയ്യോ, പണ്ടത്തെ മാസങ്ങളിലെ പോലെ ദൈവം എന്നെ കാത്തതുപോലെ നാളുകളിലെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് അവൻ്റെ ദീപം എൻ്റെ തലയ്ക്കുമീതെ പ്രകാശിച്ചു. അവൻ്റെ വെളിച്ചത്താൽ ഞാൻ ഇരുട്ടിൽ കൂടി നടന്നു. എൻ്റെ കൂടാരത്തിന് ദൈവത്തിൻ്റെ സഖ്യത ഉണ്ടായിരിക്കുകയും സർവശക്തൻ എന്നോടുകൂടെ വസിക്കുകയും എൻ്റെ മക്കൾ എൻ്റെ ചുറ്റുമിരിക്കുകയും ചെയ്ത എൻ്റെ ശുഭകാലത്തിലെ പോലെ ഞാനായെങ്കിൽ കൊള്ളായിരുന്നു. അന്ന് ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈലനദികളെ ഒഴുക്കിത്തന്നു. ഞാൻ പുറപ്പെട്ടു പട്ടണങ്ങളിലേക്ക് പടിവാതിൽക്കൽ ചെന്ന് വിശാല സ്ഥലത്ത് എൻ്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും. വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും. പ്രഭുക്കന്മാർ സംസാരം നിർത്തി കൈകൊണ്ട് വായ്പൊത്തും. ശ്രേഷ്ഠന്മാരുടെ ശബ്ദം അടങ്ങും. അവരുടെ നാവ് അണ്ണാക്കോട് പറ്റും. എൻ്റെ വാക്കുകേട്ട ചെവി എന്നെ വാഴ്ത്തും. എന്നെ കണ്ട കണ്ണ് എനിക്ക് സാക്ഷ്യം നൽകും. നിലവിളിച്ച എളിയവനെയും അനാഥനെയും തുണയറ്റവനെയും ഞാൻ വിടുവിച്ചു. നശിക്കുമാറായവൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വന്നു. വിധവയുടെ ഹൃദയത്തെ ഞാൻ സന്തോഷം കൊണ്ട് ആർക്കുമാർക്കി. ഞാൻ നീതിയെ ധരിച്ച് അതെൻ്റെ ഉടുപ്പായിരുന്നു. എൻ്റെ ന്യായം ഉത്തരീയവും തലപ്പാവും പോലെയായിരുന്നു. കുരുടന് കണ്ണും മുടന്തന് കാലുമായിരുന്നു. ദരിദ്രന്മാർക്ക് ഞാൻ അപ്പനായിരുന്നു. ഞാൻ അറിയാത്തവൻ്റെ വ്യവഹാരം പരിശോധിച്ചു. നീതികെട്ടവൻ്റെ അണപ്പല്ല് ഞാൻ തകർത്തു. അവൻ്റെ പല്ലിൻ ഇടയിൽ നിന്ന് ഇരയെ പറിച്ചെടുത്തു. എൻ്റെ കൂട്ടിൽ വെച്ച് ഞാൻ മരിക്കും. ഹോൽ പക്ഷിയെപ്പോലെ ഞാൻ ദീർഘായുസോടെ ഇരിക്കും. എൻ്റെ വേർ വെള്ളത്തോളം പടർന്നു ചെല്ലുന്നു. എൻ്റെ കൊമ്പിന്മേൽ മഞ്ഞു രാപാർക്കുന്നു. എൻ്റെ മഹത്വം എന്നിൽ പച്ചയായിരിക്കുന്നു. എൻ്റെ വില്ല് എൻ്റെ കയ്യിൽ പുതുകുന്നു എന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യർ കാത്തിരുന്ന് എൻ്റെ വാക്ക് കേൾക്കും. എൻ്റെ ആലോചന കേൾപ്പാൻ മിണ്ടാതിരിക്കും. ഞാൻ സംസാരിച്ച ശേഷം അവർ മിണ്ടുകയില്ല. എൻ്റെ മൊഴി അവരുടെ മേൽ ഇറ്റിറ്റു വീഴും. മഴയ്ക്ക് എന്ന പോലെ അവർ എനിക്കായി കാത്തിരിക്കും. പിന്മഴയ്ക്കെന്ന പോലെ അവർ വായ് പിളർക്കും. അവർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഞാൻ അവരെ നോക്കി പുഞ്ചിരിയിടും. എൻ്റെ മുഖപ്രസാദം അവർ മങ്ങിക്കുകയുമില്ല. ഞാൻ അവരുടെ വഴി തിരഞ്ഞെടുത്ത് തലവനായിട്ട് ഇരിക്കും. സൈന്യസഹിതനായ രാജാവിനെ പോലെയും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുന്നവനെ പോലെയും ഞാൻ വസിക്കും.